വിശ്വസിക്കുന്നവരെ കൈകളെ ഒന്ന് ചേർത്തടിച്ചോട്ട്. പോരാ പോരാ, ശക്തിയോടെ. ഓ, എന്തോ ഈ ചർച്ചിനകത്ത് ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ നിയോഗം എന്റെ കർത്താവ് തരിക. ചേർന്ന് ഹല്ലേലൂയ പറ. ഇത് സത്യാണ്. എനിക്ക് തരുന്ന നിയോഗമല്ലായിരിക്കും ടിജോ പാസ്റ്റർ കൊടുക്കുന്ന നിയോഗം. ഞങ്ങൾക്ക് രണ്ടിനും തരുന്ന നിയോഗമല്ല ബിബിന് കൊടുക്കുന്ന നിയോഗം. ഞങ്ങൾക്ക് രണ്ടിനും തരുന്ന നിയോഗമല്ല നിങ്ങൾക്ക് തരുന്ന നിയോഗം. എന്നോട് കർത്താവ് പറയുക, എന്തൊക്കെയോ 2014 തുടക്കത്തിൽ തന്നെ കർത്താവ് എന്തോ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് വരിക. ഇവിടെ നിയോഗത്തോടെ കർത്താവ് ചിലത് കാണിച്ചാൽ നീ തള്ളരുത്. അതിനകത്തൊരു വഴി കർത്താവ് നിനക്ക് വെച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദേശം മുഴുവൻ നിനക്കെതിരെ കരുതുള്ളിയാലും നിയോഗമുള്ളവനെ തൊടാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല. അത് ദൈവാത്മാവിന്റെ നിയോഗമാ. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന തൊട്ടച്ച് പറ, ഇന്നൊരു നിയോഗം ഉണ്ടെന്ന് പറ. ഓ ജീസസ്, ഞാൻ ആത്മാവി വിളിച്ചു പറയാം, ഇന്ന് നീ മടങ്ങി വീട്ടിൽ ചെല്ലുന്നത് നിയോഗത്തോടായിരിക്കും. ഇന്ന് നീ ചിലതിന്മേൽ പ്രാർത്ഥിക്കാൻ പോകുന്ന നിയോഗത്തോടായിരിക്കും. നീ ചിലതിന്മേൽ നോട്ടമിടുന്ന നിയോഗത്തോടായിരിക്കും. ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ലെവലിൽ പരിശുദ്ധാത്മാവ്, യെസ്, ആത്മാവി ഞാൻ വിളിച്ചു പറയാം, നീ നടക്കുന്നിടത്തൊരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മുമ്പിൽ ഒരു നിയോഗം ദൈവം തരിക. ഇതെന്തോ ഒരു അത്ഭുതം. യെസ്, ഞാൻ ഒരു പടി കൂടെ കയറി നിങ്ങളോട് പറയാം. കർത്താവിന് സ്തോത്രം. ഇന്ന് ഇവിടെ ആരാധന വെളിപ്പെടുമ്പോൾ നിന്റെ ഭവനം വരെ ഈ വിടുതൽ വ്യാപരിക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ പാസ്റ്റർ ഇന്ന് വന്നില്ലെന്ന് വരും, പക്ഷെ വരണ്ടവൻ അവിടെ വന്നിട്ടുണ്ട്. നിയോഗത്തിന്റെ കാര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വചനം പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ നിയോഗത്തിന്റെ ശുശ്രൂഷ വേറെയാ. ആത്മാവി ഞാൻ വിളിച്ചു പറയാം, ചില ഊരാ കുടുക്കുകളെ എന്റെ കർത്താവ് ഇന്ന് ആ കയർ അഴിച്ചുവിടാൻ പോവുക. എനിക്ക് തരുന്ന നിയോഗമല്ല നിങ്ങൾക്ക് തരുന്ന നിയോഗം. ഡിഫറെന്റ് ടൈപ്പിലുള്ള നിയോഗങ്ങൾ ദൈവം തരാൻ പോവുക. എന്ന് പറഞ്ഞാൽ ഇത് ദൈവപ്രവൃത്തിയുടെ തുടക്കമാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തത്തക്കവണ്ണം ഇതാ കർത്താവിന്റെ കൈ വെളിപ്പെടുകയാ. ഈ നിയോഗം കിട്ടിയ പിന്നെ പ്രശ്നത്തിന്റെ വലിപ്പം ഒരു വിഷയമല്ല. നിയോഗം കിട്ടിയ വയറുവേദന മാറുന്നതും മുടന്തൻ എഴുന്നേക്കുന്നതും ഒരുപോലെ. ഒരാമയും പറയണം. നിയോഗം വെളിപ്പെട്ട 1 കോടിയുടെ പ്രശ്നം മാറുന്നതും 10,000 പ്രശ്നം മാറുന്നതും ഒരുപോലെ. ഇവിടുത്തെ വിഷയം പണമല്ല, ഇവിടുത്തെ വിഷയം നിയോഗമാ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഇന്നൊരു നിയോഗം കിട്ടാൻ പ്രാർത്ഥിച്ചോളാൻ പറ. ഒരുപക്ഷെ ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ധാരാളം എതിരികൾ കാണാം. പക്ഷെ ആത്മാവരം നിയോഗത്തിന് മുമ്പിൽ എതിരികൾ തോറ്റുപോകും. നിയോഗത്തിന് മുമ്പിൽ വെല്ലുവിളികൾ തോറ്റുപോകും. നിയോഗത്തിന് മുമ്പിൽ പോരാട്ടങ്ങൾ തോറ്റുപോകും. നിയോഗത്തിന് മുമ്പിൽ ആഭിചാരങ്ങൾ പരാജയപ്പെടും. നിയോഗത്തിന് മുമ്പിൽ മന്ത്രശക്തികൾ പൊട്ടും. ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർ പറയും, എന്തോ ഒരു വ്യത്യാസം ഇവിടെ കാണുന്നുണ്ടെന്ന്. അതിന്റെ കാരണം എന്താ? കർത്താവ് നിനക്ക് നിയോഗം തരികയാ. ജീസസ്. നമുക്ക് ദൂതിലേക്ക് വരാം. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു ചെറിയ വാക്യത്തിലൂടെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിച്ചേ പെട്ടെന്ന്. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം എടുത്ത് 8-ാമത്തെ വാക്യം വേഗത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വേഗത്തിൽ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവനും വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അമ്മയുടെ ഉദരം തൊട്ട് നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത ഒരുവൻ പൗലോസ് പ്രസംഗിക്കുന്ന കേട്ടു. ജീസസ്. പൗലോസ് പ്രസംഗിക്കപ്പോൾ ഒരു കാര്യം നടന്നു. പ്രസംഗിച്ച പൗലോസ് നോക്കിയപ്പം ഈ മുടന്തന്റെ അകത്ത് വിശ്വാസം വ്യാപരിക്കുന്ന കണ്ടു. ഓ ജീസസ്. പൗലോസിന്റെ അകത്തൊരു നിയോഗം, ഇവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ. ഞാൻ ഒരു ദൂതൂടെ നിങ്ങളോട് പറയാം. ഒരാത്മിക ദൂത. ജന്മനാ വീണ ചില ശാപം പൊട്ടാൻ ശുശ്രൂഷക്കിടയ്ക്കൊരു നിയോഗം വെളിപ്പെട്ടാൽ മതി.
ഒരാമയും പറഞ്ഞു തുടങ്ങണം. നീ പാഴെന്നെഴുതി തള്ളിയതിനകത്ത് കർത്താവ് നിനക്കൊരു അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ കൊള്ളത്തില്ലെന്ന് എഴുതി വെച്ചിടത്ത് കർത്താവ് ഒരു വലിയ പദ്ധതി കണ്ടിട്ടുണ്ട്. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവി ഞാൻ പറയാം, ഇന്ന് ഇതിനകത്ത് ഭയങ്കര നിയോഗം ദൈവം തരിക. ഇതിനകത്ത് നിയോഗം തന്നാൽ ഏത് രോഗവും സൗഖ്യമാവും. 1 കോടി അല്ല 50 കോടിയുടെ കടത്തിന്റെ പ്രശ്നവും 1 മിനിറ്റ് കൊണ്ട് തീർക്കും. ഇതിന്റെ പിമ്പിൽ കർത്താവ് ഒരു നിയോഗം തരണം. ഈ മീറ്റിംഗിന്റെ ഫസ്റ്റ് ഡേ തന്നെ നിനക്ക് ഭയങ്കര നിയോഗം കർത്താവ് തരാൻ പോവാ. നിന്റെ കുടുംബത്തെ വെച്ചു പുലർത്തുന്ന സകല അന്ധകാര ശക്തികളും നിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകത്തക്കവണ്ണം നിനക്ക് ഭയങ്കര നിയോഗം. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട. നിനക്ക് സ്തുതിക്കണേ സ്തുതിച്ചോളാം, നിനക്ക് ദൈവത്തെ ആരാധിക്കണേ ആരാധിച്ചോളാം. ഇതിനകത്തെ വിഷയം ഭയങ്കര നിയോഗം ദൈവം തരാൻ പോവുക. അടച്ചു വെച്ചതെല്ലാം കർത്താവ് തുറക്കാൻ പോകുകയാ. ബന്ധിച്ചിട്ടതിന് യെസ്, നിന്റെ ഭാവിയെ ബാധിച്ചു നിൽക്കുന്ന ആ കറുത്ത കൈ ഇനിയും ഇവിടെ വെളിപ്പെടത്തില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് ചോദിച്ച പോലെ ഇന്ന് രാത്രി ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന ജനത്തിനമേ നിന്റെ ഉദരം വരെ വിടുവിക്കപ്പെടുകയാത്രേ. നിന്റെ ഉദരം വരെ വിടുവിക്കപ്പെടുക. യെസ്, ആത്മാവെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇതെന്തോ കർത്താവ് ചെയ്യാൻ പോകുകയാ. നിങ്ങളുടെ അകത്ത് അതിശക്തമായ നിയോഗം ദൈവം തരികയാ. ഇന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ലെവലിൽ അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട. നിനക്ക് ആ കർത്താവ് നിയോഗം തരുന്നേ. നിന്റെ സന്തതിക്ക് ദൈവം നിയോഗം തരുന്നത് ഇന്ന് പകൽ. യെസ്, ഒരു തീ തെണ്ടിനകത്ത് വ്യാപരിക്കുക. ഈ ആരാധന ഇവിടെ തുടങ്ങുന്നത് ബുദ്ധിയിലല്ല, ഒരു തീയിലാണ്. ഒരു അഭിഷേകത്തിന്റെ തീയ. എന്താ പേര്? എവിടെയാ സ്ഥലം? ആയൂരാണ്. ഈ തൊണ്ടയിൽ എത്ര നാൾ കൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 15 വർഷമായി തൊണ്ടയിൽ തൈറോയിഡ് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോഴും അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ആ മുഴപ്പ് അവിടെ ഇല്ല. 15 വർഷം കൊണ്ട് തൊണ്ടയിൽ മുഴച്ചുന്ന തൈറോയിഡ് ഇപ്പൊ അവിടെ ഇല്ല. ആന്റി എന്താ പേര്? പെണ്ണമ്മ. പെണ്ണമ്മയുടെ ഈ കൈ എത്ര നാൾ കൊണ്ട് പൊങ്ങത്തില്ല? 6 മാസം കൊണ്ട് പൊങ്ങത്തില്ല. പെണ്ണമ്മയുടെ കൈ പൊക്കണ്ടേ? എനിക്ക് കൈ തന്നേ. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? 59 ഒന്നും ഒരു പ്രായമല്ല. 89 തരാനുള്ള ഒരു അമ്മച്ചി ഇന്നലെ ഓടുന്നേ കണ്ടു ഞാൻ റോഡെ. നോക്കിയേ, നീ കൈ ഒന്ന് ബലത്തിൽ പിടിച്ചേ. അമ്മച്ചി വരെ വേദന കൊണ്ട് എങ്ങനെയാ പിടിക്കുന്നതെന്നാ ചോദിക്കുന്നത്. ദണ്ടി കൈ പൊക്കാൻ പോവാ കർത്താവ്. ആ സിസ്റ്റർ ഇങ്ങോട്ട് വന്നാട്ടെ, ആ തോളത്തോട്ടൊക്കെ ഒന്ന് കൈ വെച്ചാട്ടെ. ഇപ്പൊ ഒരു സൗഖ്യം നടക്കുക. ബ്ലഡ് ഓഫ് ജീസസ്. മതി, ഇനിയും കൈ എടുത്തോ. പൊങ്ങോട്ടാ അമ്മച്ചി. പിന്നെ പൊങ്ങോട്ടാ കൈ അങ്ങോട്ടാ. പിന്നെ ഒന്നുകൂടെ താത്തട്ടെ, ഒന്നുകൂടെ പൊക്കിയേ, ഒന്നുകൂടെ താത്തട്ടെ, ഒന്നുകൂടെ പൊക്കിക്കേ. ഇപ്പൊ പൊങ്ങിയോ? 6 മാസം കൊണ്ട് ഒട്ടും പൊങ്ങത്തില്ലായിരുന്നു. 6 മാസം കൊണ്ട് ഒട്ടും പൊങ്ങത്തില്ല. ഒന്ന് പൊക്കി കാണിച്ചേ. അടുക്കാര് കാണിച്ചൊന്ന് പൊക്കി കാണിച്ചേ. ഈ കയ്യെ തളർത്തിയിടാൻ ഒരു കാലമുണ്ടെങ്കിൽ അതിനെ പൊക്കിയെടുക്കാൻ കർത്താവിനൊരു കാലമുണ്ട്. ഈ അച്ഛന്റെ നെഞ്ചിന് വേദന ഇവിടെ നിൽക്കുമ്പോഴും അച്ഛന്റെ നെഞ്ചിന് വേദനയുണ്ട്, ശരിയല്ലയോ? എന്നാ ഇപ്പൊ നോക്കിയോ, ഇത് കംപ്ലീറ്റ് ഹീൽ ആവുക. കർത്താവിന്റെ കൈ നെഞ്ചെ തൊടുക. ബ്ലഡ് ഓഫ് ഒരു ഹെവി ഒരു അത്യ. അച്ഛാ ഇനി ഒന്ന് നിന്നേ, ഒന്ന് ചിരിച്ചേ അച്ഛാ. അച്ഛാ ചിരി ഫ്രീ അച്ഛാ. അച്ഛാ ഇനി ഞാൻ ചോദിക്കട്ടെ, അച്ഛന്റെ നെഞ്ചിന് എന്തെങ്കിലും വേദനയുണ്ട്? എന്നാ സംഭവിച്ചേ? എപ്പം? ഇതിന്റെ പേരാ നിയോഗം.
ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ ചേർത്ത് പിടിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോട് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നദിയുടെ കരയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നദിയിൽ വെള്ളം ഒഴുകുന്നത് പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങട്ടെ. ഇവരുടെ നിന്ന മാറത്തക്കവണ്ണം യേശുവിൻ്റെ കരം ചലിക്കണം. പിശാചിന്റെ എല്ലാ പദ്ധതികളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഒരു ഭയങ്കര അത്ഭുതം നിന്റെ നാമത്തിൽ സംഭവിക്കണം. പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ. ഞങ്ങളെ നേരിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ മീറ്റിംഗ് സ്ഥലങ്ങളിൽ എത്തുക. നിങ്ങൾക്ക് ഈ TV പ്രോഗ്രാംസ് അറിയാം. തുച്ഛമായ ദിവസം കൊണ്ട് ലോകം മൊത്തം യേശുവിൻ്റെ വചനം എത്തിക്കാം. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം. ഗോഡ് ബ്ലസ് യു.